സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഇൻസൈറ്റിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്വകാര്യ സർവകലാശാലകളെക്കുറിച്ചാണ്. കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ചുള്ള ശുപാർശ സർക്കാരിൽ സമർപ്പിക്കപ്പെട്ടിട്ട് കുറച്ചു കാലമായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ കമ്മിറ്റി വളരെ സൂക്ഷ്മമായ പഠനം നടത്തുകയും ചെയ്തുകൊണ്ട് വിവിധ മേഖലകളെ അധികരിച്ചുകൊണ്ടുള്ള ശുപാർശകൾ സർക്കാരിന് കൊടുത്തു. അതിൽ ശുപാർശകളിലൊന്ന് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാവുന്നതാണ്. അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട്, നിയമപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കേണ്ടതാണ്. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മുന്നോട്ട് പോക്കിന് വളരെയധികം അനിവാര്യമാണ് എന്നുള്ളൊരു ശുപാർശ ഈ കമ്മീഷൻ സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഇത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ, ഇതേക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങും എന്നൊക്കെ ബജറ്റിൽ പറഞ്ഞിരുന്നു. ഈ ബജറ്റിന് തൊട്ട് മുമ്പ് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നതിനുള്ള ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു. അത് മന്ത്രിസഭയുടെ അംഗീകാരത്തിന് സമർപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നു. എന്തായാലും ഇപ്പോൾ അവസാനം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ സംസ്ഥാനത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആ മുന്നണിയിലെ ചില പാർട്ടികൾ അഭിപ്രായ വ്യത്യാസം ഉന്നയിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അത് മാറ്റി വെച്ചിരിക്കുന്നു. എന്തായാലും സ്വകാര്യ സർവകലാശാലകളെക്കുറിച്ച് CPIM ഇടതുമുന്നണി ഒരു പുനരാലോചനയ്ക്ക് തയ്യാറായിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. അധികം വൈകാതെ ഒരുപക്ഷെ അതിന് അനുമതി നൽകാനും അതിന് നിയമപരമായൊരു അടിസ്ഥാനം ഉണ്ടാക്കാൻ പാകത്തിലുള്ളൊരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടും എന്നുള്ളതും നമ്മുടെ മുമ്പിലൊരു വസ്തുതയായിട്ടുണ്ട്. ഇതേക്കുറിച്ചാണ് സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിന് ആവശ്യമുണ്ട്. എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം? ഈ പറയുന്ന വിധത്തിലുള്ള ദോഷങ്ങൾ എന്തെങ്കിലും അതുകൊണ്ട് സംഭവിക്കാറുണ്ടോ? നമുക്ക് എങ്ങനെയാണ് അതിനൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് കേരളത്തിന് ഗുണകരമായ വിധത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കപ്പോൾ ഉള്ളത് CV രാജഗോപാലാണ്. അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറാണ് അസിം പ്രേംജി സർവകലാശാലയിലെ. സ്വാഗതം സാർ ഇൻസൈറ്റിലേക്ക്. കേരളത്തിൽ കുറേ കാലമായിട്ടുള്ള ഡിസ്കഷനുണ്ട്. ഈ കഴിഞ്ഞ 2 ടേമിൽ, ഈ 2016 മുതൽ ഇതുവരെ ഭരണത്തിലിരിക്കുന്ന LDF സർക്കാരിൻ്റെ മുമ്പ് UDF അധികാരത്തിലിരിക്കും ഇതിനൊരു ശ്രമം ഉണ്ടാകുകയും വലിയ പ്രതിഷേധം ഉണ്ടാകുകയും അത് പിന്നീട് അവർ പിൻവാങ്ങുകയും ചെയ്തു. അതവിടെ പൊളിറ്റിക്കലായിട്ട് അവിടെ നിൽക്കട്ടെ, പൊളിറ്റിക്കൽ നയരൂപീകരണവും അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, സ്വകാര്യ സർവകലാശാലകൾ എന്നുള്ളത് കേരളത്തിന് ഇന്നത്തൊരു അവസ്ഥയിൽ അനിവാര്യമായ എന്നുള്ളതാണോ? അത് എന്തൊക്കെ ഗുണം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന ചെയ്യാൻ സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് എന്താണ് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, വാട്ട് ഇസ് ദ പ്രോബ്ലം ദേ ഗോയിങ് ടു സോൾവ് എന്നുള്ളതാണ്. ഒരു ഡയമെൻഷൻ നമ്മുടെ ഡോക്യുമെന്റേഷൻ എല്ലാം പറയുന്നത് എൻറോൾമെന്റ് റേഷ്യോ കൂട്ടണം. അതായത് ഇന്ന് 38% യൂത്താണ് കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്തത്. അതിന് 60%. ഒരു ഡോക്യുമെന്റേഷനിൽ പറയുന്നത് 2036 അത് 75% ആക്കണം. അതായത് 60% ആക്കാൻ തന്നെ ഏകദേശം 5 ലക്ഷം 5.5 ലക്ഷം സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിലേക്ക് വരണം. ദാറ്റ് ഈസ് വൺ എലിമെന്റ് ദാറ്റ് ആർ ട്രൈങ് ടു സോൾവ്. ഈ ക്വാണ്ടിറ്റി ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മളത് സൂക്ഷിക്കേണ്ടത്, കേരളം സൂക്ഷിക്കേണ്ടത് ഇൻ ദ റഷ് ടു മീറ്റ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. റൈറ്റ്. ഞാൻ ക്വാളിറ്റി എന്ന് പറയുന്നത് അക്കാഡമിക് ക്വാളിറ്റി മാത്രമല്ല, അക്കൗണ്ടബിലിറ്റി. ആ വരുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഷുഡ് ബി അക്കൗണ്ടബിൾ, പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള പോളിസീസ് ആയിരിക്കണം. സോ റൈറ്റ്. ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്തിക്കോട്ടെ. ഈ ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പബ്ലിക് ഗുഡ് ആണ്. റൈറ്റ്. ഇതൊരു സ്വകാര്യം ആവരുത്. അത് മറന്നിട്ടുള്ള ഒരു പ്രൈവറ്റൈസേഷൻ ഒരിക്കലും പാടില്ല, ഒരു രാജ്യത്തും പാടില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ പ്രൈവറ്റൈസേഷൻ നടക്കുമ്പോൾ നമ്മളുടെ ഇപ്പൊ നിലവിലുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, റൈറ്റ്, വളരെ 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 എന്താ പറയാ, ഹിസ്റ്ററിയും ലെഗസിയുള്ള കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, NG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റിനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടാവണം ഈ പ്രൈവറ്റൈസേഷൻ നടക്കും. സോ അതാണ് ഓപ്പണിംഗ്. അദ്ദേഹം പറയാനുള്ളത് തന്നെയാണ്, ഹയർ എഡ്യൂക്കേഷൻ ഒരു പബ്ലിക് ഗുഡ് ആയിട്ട് കണ്ടിട്ട് സോഷ്യൽ ജസ്റ്റിസ് ഷുഡ് ഹാപ്പൻ ത്രൂ ദാറ്റ് ഹയർ എഡ്യൂക്കേഷൻ. റൈറ്റ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ എൻറോൾമെൻറ്റിൻ്റെ കാര്യം. ഇപ്പോൾ ഏതാണ്ട് 30 മുതൽ 40% ഇടയിൽ നിൽക്കുന്നതാണ് എൻറോൾമെൻറ്റ്. അതൊരു 60%, 70%, 75% എത്തിക്കണമെങ്കിൽ അതിന് പാകത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. നമ്മളിപ്പോൾ ഒരു 12ാം ക്ലാസ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവിദ്യാഭ്യാസം എന്നുള്ളൊരു സങ്കല്പം വെച്ചുകൊണ്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കുറേയൊക്കെ നടന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
10ാം ക്ലാസ് വരെ നമുക്ക് ഉറപ്പിച്ച് പറയാം, 12ാം ക്ലാസ് വരെ ഒരു പരിധി വരെ പറയാം. പക്ഷേ അതിന് ആനുപാതികമായിട്ടല്ല ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പുതിയ കാലത്ത് എത്രത്തോളം സാധ്യമാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ ഇത് അനുവദിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ഏത് രാഷ്ട്രീയ പോളിസിയുടെ ഭാഗമായിട്ട് ചിന്തിച്ചാലും ഇത് അനുവദിക്കാതിരിക്കുക എന്നുള്ളത് തൽക്കാലത്തേക്ക് അങ്ങനത്തെ ഒരു ചിന്ത പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമല്ലേ കേരളത്തിന് മുമ്പിലുള്ളത്. അതും ശരിയാണ്. പക്ഷേ പറ്റില്ല തീർത്ത് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയാ, ഇപ്പൊ ഗവൺമെന്റ് ലെവലിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് സ്ഥാപിക്കുന്നുണ്ട്, റൈറ്റ്? ഫുള്ളി ഫണ്ട് അല്ലെങ്കിലും IITs പോലുള്ള ഇത് വരുന്നുണ്ട്, റൈറ്റ്? എയിംസ് വേണം എന്നുള്ള ഇതുണ്ട്. അതെല്ലാം ഗവൺമെന്റ് സാധ്യമല്ല എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ദ ഓൺലി ക്വസ്റ്റ്യൻ വിൽ ബി, ഗവൺമെന്റ് അത് സ്ഥാപിക്കുകയാണെങ്കിൽ അതിനുള്ള ഫിനാൻസസ് ഇവിടെ വരുന്നു. It has to come from somebody has to invest. Right? സാധ്യമല്ല എന്ന് പറയുന്നില്ല. സോ ഞാൻ നോക്കുകയാണെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഒരുപോലെ പോകണം. നല്ല പബ്ലിക് യൂണിവേഴ്സിറ്റീസും വേണം, നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും. സാധ്യമല്ല എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല. അത് പിന്നെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിന് ഗവൺമെന്റിന് സാധിക്കാത്തതൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. But private universities, is there anything good that the private universities can bring into the table, right? For example, പുതിയ പഠന രീതികൾ, പുതിയ കേരളത്തിന് ആവശ്യമുള്ള കരിക്കുലം, അല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസത്തിൽ പറയുന്ന യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് പെഡഗോജി, റൈറ്റ്? സോ ബെറ്റർ ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ടെങ്കിൽ there could be many other things private universities can do. റൈറ്റ്. ഇവിടെ ഈ സ്വകാര്യ സർവകലാശാലകളെ കുറിച്ചുള്ള ചിന്ത തുടങ്ങുമ്പോൾ ആദ്യം ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വലിയ തോതിലുള്ളൊരു വിദ്യാഭ്യാസ കച്ചവടം അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ട് ഇത് അങ്ങനെയാണ് സ്വകാര്യ സർവകലാശാലകളൊക്കെ വരിക. ഒരു പബ്ലിക് ഗുഡിന് വേണ്ടിയിട്ടായിരിക്കില്ല അവയുടെ പ്രവർത്തനം വരിക എന്നുള്ളൊരു വിമർശനമാണ് പൊതുവിലുള്ളത്. അതിന് ഇപ്പോൾ മുൻകാലത്തെ അനുഭവങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ സ്വകാര്യ സ്വാശ്രയ കോളേജുകളൊക്കെ വന്നിട്ട് ഏത് നിലയിലാണ് പ്രവർത്തിച്ചത്, അവരെന്ത് പ്രോഡക്റ്റാണ് ഉണ്ടാക്കിയതെന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സ്വകാര്യ സർവകലാശാലകളുടെ ബിസിനസ് ആസ്പെക്റ്റിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം? ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ പൊതു സർവകലാശാലകൾ, നമ്മളിപ്പോൾ കേരളയാണെങ്കിലും കാലിക്കറ്റ് ആണെങ്കിലും ഗാന്ധി ആണെങ്കിലും അല്ലെങ്കിൽ കണ്ണൂരാണെങ്കിലും അങ്ങനെയുള്ള പൊതു ഉടമസ്ഥതയിലുള്ള സർവകലാശാലകളുടെ നിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന് പാരലായിട്ട് ഈ സ്വകാര്യ സർവകലാശാല ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതിനാണോ ഈ നിയമപരമായ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക എന്നുള്ളത്? ഇതില് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ എന്താ പറയുക മെഷർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നോക്കണമെങ്കിൽ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ വി ഹാവ് ടു ലുക്ക് അറ്റ് 3 pillars, 3 പില്ലർ. അതായത് ആദ്യത്തെ പില്ലർ അവരുടെ ഫിനാൻഷ്യൽ മോഡൽ എന്നുള്ള, സെക്കൻഡ് എന്ന് പറയുന്നത് ഈ കരിക്കുലം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കോഴ്സുകൾ, മൂന്നാമത്തത് അവരവിടെ കൊടുക്കുന്ന സ്റ്റുഡന്റ് സപ്പോർട്ട് എന്തായിരിക്കും. അവിടെ സ്റ്റുഡന്റ് സപ്പോർട്ടും കോഴ്സസ് ആണ് നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഈ ഫിനാൻഷ്യൽ മോഡലിലേക്ക് നോക്കാം. അതും നമുക്ക് കേരളത്തിൽ പഠിക്കാൻ പലതും ഉണ്ട്. കാരണം കേരളം ഇസ് വെരി ലേറ്റ് എൻട്രന്റ്. പല സ്റ്റേറ്റുകളും ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയിൽ ഏകദേശം 475 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ. അതിൽ കേരളം സമയമെടുത്തിട്ട് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകൾ, അതായത് കർണാടക ആയിക്കോട്ടെ ഹരിയാന ആയിക്കോട്ടെ, ചെയ്തത് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ എന്റെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട്, വൺ മോഡൽ കുഡ് ബി ദാറ്റ് സ്റ്റേറ്റ് സപ്പോർട്ടഡ് ഓർ ഗവൺമെന്റ് എയ്ഡഡ് യൂണിവേഴ്സിറ്റീസ്, ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾ തുടങ്ങിയ പോലെ കേരള സ്കൂൾ പ്രൈവറ്റ് സ്കൂൾ ആക്ട് ഉള്ളതാണ്. ദാറ്റ് കുഡ് ബി വൺ മോഡൽ, whereas so that the fees can be subsidized, the Kerala state will take care of lot of expenses. അതൊരു മോഡലാണ്. സെക്കൻഡ്, എൻഡോമെന്റ് ബേസ്ഡ് യൂണിവേഴ്സിറ്റീസ്, അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫിലാന്ത്രോഫിക് മോഡലിലുള്ള യൂണിവേഴ്സിറ്റീസ്. ഈ 2 മോഡലായിരിക്കണം എന്റെ കേരളം സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ മോഡൽ എപ്പോഴും ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഓൾവേസ് ദേർ. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ എക്സ്പെൻസസും നിങ്ങൾ ഫീസിൽ കൂടിയാണ് നിങ്ങൾ വരുമാനമായിട്ട് കാണാൻ പോകുന്നത് വെച്ചാൽ ദാറ്റ് മോഡൽ കുഡ് ബി വൺ ഓഫ് ദ മോഡൽസ്. പക്ഷെ കേരളത്തിൽ മിക്സ് മോഡൽസ് വേണ്ടിയിരുന്നു. ഞാൻ പറഞ്ഞ മൂന്നാമത്തെ മോഡലാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷന്റെ എക്സ്പെൻസസ് ഭയങ്കര ഹൈ ആയിരിക്കും, ബി വെരി ഹൈ. അത് ഒരുവിധം കേരളത്തിലെ ആൾക്കാർക്കും താങ്ങാൻ പറ്റാത്ത അധികം ഫീസായിരിക്കും. സോ ലെറ്റ് ടു വെയിറ്റ് ആൻഡ് വാച്ച് എന്തായിരിക്കും, ഏത് മോഡലാണ് കേരളം ചൂസ് ചെയ്യാൻ പോകുന്നത്.
ഇപ്പം മൂന്നാമത്തെ മോഡലിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ സ്വകാര്യമായി ആളുകൾ സ്വന്തം ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ട് തുടങ്ങുകയും അതിൻ്റെ മൂലധനവും ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചറും ത്രൂ ഫീസ് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് വലിയ തോതിൽ അവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വലിയ ഫീസ് ഒടുക്കേണ്ടി വരുന്ന ഒരു സിസ്റ്റമാണ്. രാജ്യത്തെ ഏതാണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും ആ സിസ്റ്റമാണോ ഫോളോ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പറഞ്ഞല്ലോ 400-ലധികം യൂണിവേഴ്സിറ്റികൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അസിം പ്രേംജി യൂണിവേഴ്സിറ്റിയിലാണ് താങ്കൾ വർക്ക് ചെയ്യുന്നത്. രാജ്യത്ത് ഒരുപാട് അശോക യൂണിവേഴ്സിറ്റി ഉണ്ട്, അസിം പ്രേംജി യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള പേരെടുത്ത സർവകലാശാലകൾ തന്നെ ഉണ്ട് രാജ്യത്ത് ഇതിനകം തന്നെ. അപ്പോൾ ഇവരൊക്കെ ഈ ഏത് മോഡലിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പൊ ഐ കൻ ക്ലിയർലി ടോക്ക് അബൌട്ട് അസീം പ്രേംജി യൂണിവേഴ്സിറ്റി. ഇത് ഒരു അസീം പ്രേംജി ഫൗണ്ടേഷൻ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതായത് ഞാൻ അസീം പ്രേംജി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ എന്റെ ശമ്പളം വരുന്ന എനിക്ക് ഫൗണ്ടേഷൻ മനസ്സിലായില്ല. അപ്പൊ അതായത് ഒരുവിധം എല്ലാവർക്കും ഉള്ള ഫീസും സബ്സിഡൈസ്ഡ് ആണ്. എല്ലാവർക്കും ഉള്ള ഫീസും സബ്സിഡൈസ്ഡ് ആണ്. അതിന് കാരണം ഒരു അറൌണ്ട് ഒരു 80% ഓഫ് ദ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, റൈറ്റ്, 70 to 80% ഓഫ് ദ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് ഒരു വലിയ ഫിലാന്ത്രഫിക് ഫൗണ്ടേഷനാണ്. പിന്നെ അതിന്റെ മുകളിൽ അത് കൂടാതെ മറ്റേ ഫീസിന്റെ പുറമെ ഫാമിലി ഇൻകം നോക്കിയിട്ട് സ്കോളർഷിപ്സും കൊടുക്കുന്നുണ്ട്. മെറിറ്റ് scholarships ആണ്. മെറിറ്റ് is already showing merit that they're ready for higher education. So that is one model that Aseem Premji universities. അങ്ങനെ പല യൂണിവേഴ്സിറ്റീസും ഫിലാന്ത്രഫിക് മോഡലിൽ they are really really trying hard. സോ ഒരു മിക്സ് മോഡലാണ് പല പുതിയ യൂണിവേഴ്സിറ്റീസും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പൂർണ്ണമായിട്ടും ഒരു 100% പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതിനേക്കാൾ ഉപരി ഒരു സ്റ്റേറ്റിൻ്റെ കൂടെ ഇൻവോൾവ്മെൻ്റ് ഉള്ള, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി വരുന്ന ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി വരുന്ന ലാൻഡ് ഒരു പക്ഷേ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ റേറ്റ്, അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള വാട്ടർ റേറ്റ്, അങ്ങനെ സംതിങ് സബ്സിഡൈസ്ഡ് ആയിട്ട് ഗവൺമെൻറ് കൊടുക്കും. അപ്പോൾ ഈ രണ്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നു, ഒപ്പം സ്റ്റേറ്റിൻ്റെ കൂടെ ചില തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്നു. ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന വിധത്തിലാണെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടെ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, കുറെ കൂടെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ശരിക്കും തീർച്ചയായിട്ടും ഇതിലൊക്കെ വരുന്നത് എന്താ പറയാ, സ്റ്റേറ്റ് ലൈറ്റ് ബട്ട് ടൈറ്റ് എന്ന് പറയും. അതായത് വല്ലാതെ റെഗുലേഷൻ എന്നല്ല, ഒരു ലൈറ്റ് റെഗുലേഷൻ, ബട്ട് യു ആർ ക്വൈറ്റ് ടൈറ്റ് ഇൻ സർട്ടൻ തിങ്സ്, റൈറ്റ്. ഇതില് സ്റ്റേറ്റിന് ഇൻവോൾവ്മെന്റ് ഉള്ളപ്പോൾ പലതിലും എന്താ പറയാ ഗൈഡ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. There could be learnings that can happen. ഇവർ യൂസ് ചെയ്യുന്ന മോഡൽസ് വേണമെങ്കിൽ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്കും നമുക്ക് വേണമെങ്കിൽ കണ്ടുപഠിക്കാം. സോ കേരളത്തിന് തീർച്ചയായിട്ടും ഒരു മിക്സ് മോഡൽ തന്നെയായിരിക്കും ഗുണകരം ചെയ്യുക. അല്ലെങ്കിൽ അതർവൈസ് നമ്മളുടെ വൺ ഓഫ് ദ പില്ലേഴ്സ് ഷുഡ് ബി ആക്സസ് ആൻഡ് ഈക്വിറ്റി, റൈറ്റ്. അല്ലെങ്കിൽ ഒരു പലവർക്കും ഹയർ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വന്നതുകൊണ്ട് ആക്സസ് ഇല്ലാതെ പോകും. സോ ഇഫ് യു റിയലി വാണ്ട് ആക്സസ് ഒരു പില്ലർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് ഹാസ് ടു ബി എ മിക്സ് മോഡൽ. ദീർഘകാലമായിരുന്നു ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് ഇതിനുള്ളൊരു ഹൈ ടൈം ആയി എന്ന് തോന്നുന്നുണ്ട്. അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരിക, കുറച്ചുകൂടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ഡിസൈൻസ് ഉണ്ടാവുക, പുതിയ കരിക്കുലം ഉണ്ടാവുക, പുതിയ കോഴ്സസ് ഉണ്ടാവുക, പുതിയ കോഴ്സസിലേക്ക് കേരളത്തിലെ യുവാക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാകത്തിൽ ഇവിടെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവുക, ഇതിനകത്തൊക്കെയുള്ളൊരു ഹൈ ടൈം ആയി കേരളത്തിന് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിൽ മാത്രമല്ല, ഐ തിങ്ക് ഈവൻ ഇഫ് യു ലുക്ക് അറ്റ് ഓവറോൾ ഇൻ ദ കൺട്രി, റൈറ്റ്, മാറേണ്ടത് കരിക്കുലമാണ് മാറേണ്ടത്, റൈറ്റ്. സിലബസ് മാത്രമല്ല, കരിക്കുലം ആണ് മാറേണ്ടത്. അതായത് ഈ ബിടെക് എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോളേജുകൾ അവിടെ നിൽക്കട്ടെ, ഇതിലേക്ക് അത് മാത്രം മതി എന്നുള്ളൊരു ഒരു നാടേക്കൊണ്ട് മാറാണ് പല ഭാഗത്തുണ്ട്. നമ്മളുടെ BA BSc അല്ലെങ്കിൽ BCom ചെയ്ത കുട്ടികളും ദേ ഷുഡ് ബി വർക്ക് റെഡി. അതും നമ്മളൊരു പ്രൊഫഷണൽ കോളേജുകളെ പോലെ ഒരു ടെർമിനൽ ഡിഗ്രി ആയിട്ട് നമ്മളതിനെ ഡിസൈൻ ചെയ്യണം. BA കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് ജോലി സാധ്യത ഇല്ലല്ലോ, ഞാനതിന് PG ചെയ്ത് കളയാം, PG ചെയ്ത് കഴിഞ്ഞാൽ ഒരു PhD കൂടി ചെയ്ത് കളയാം. അതല്ലാതെ ഇങ്ങനെ ഇറ്റ്സ് നെവർ എൻഡിങ് ജേർണി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആവാൻ പറ്റില്ല. സോ ആദ്യം മാറ്റം വരുന്നത് ഒരു കോൺഫിഡന്റ് സിറ്റിസനെ നമ്മൾ തയ്യാറാക്കുക എന്നുള്ളത് ഹയർ എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത്, റൈറ്റ്. കേരളം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. പല സ്ഥലങ്ങളും 4-year പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞു.
NEP, as per the education policy, of course, there is a state education policy that will come for Kerala. അതിന്റെ ചില നല്ല എലിമെന്റ് തുടങ്ങി കഴിഞ്ഞു. അപ്പൊ ആ ഒരു ടുവേർഡ്സ് ദാറ്റ്, റൈറ്റ്, പ്രിപ്പയറിംഗ് ദം, മേക്കിംഗ് ദം വർക്ക് റെഡി ആൻഡ് ഓൾസോ റെഡി ഫോർ ലൈഫ്, ആ ഒരു എലിമെന്റിൽ മാറേണ്ടിയിരിക്കുന്നു. അതായത് ഒരാള് ഇംഗ്ലീഷ് ലിറ്ററേച്ചറോ അല്ലെങ്കിൽ ഹിസ്റ്ററിയോ പൊളിറ്റിക്കൽ സയൻസോ പഠിക്കുമ്പോൾ കൂടെ തന്നെ മീഡിയ ആൻഡ് ജേർണലിസം പഠിക്കട്ടെ, അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനോ ക്ലൈമറ്റ് സ്റ്റഡീസോ. അതായത് ഇപ്പൊ കേരളത്തിന്, സൊസൈറ്റിക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിന് വേണ്ട വർക്ക് റെഡിനെസ് കൊടുക്കുന്ന എലിമെന്റ്സും ഈ ഡിസിപ്ലിന്റെ കൂടെയും പഠിക്കട്ടെ, റൈറ്റ്. സോ അങ്ങനെ ഒരു യൂസ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു, ഞങ്ങൾ മാത്രമല്ല പല പല യൂണിവേഴ്സിറ്റീസ് ട്രൈ ചെയ്യുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി ലേണിംഗ് എൻവയൺമെന്റ് കൊടുക്കുക. ദാറ്റ് ഇസ് ഐഡിയ. ഇത് കൂടാതെ 4 കൊല്ലം ഈ 4th ഇയർ പലതും ചോദിക്കാനാണ് ഞാൻ നാട്ടിൽ ഇന്ററാക്ഷൻ മുമ്പ് എന്തുകൊണ്ട് ഈ 4 ഇയർ ആക്കി. 4th ഇയർ ഈസ് ദ ടൈം യു ഷുഡ് സ്പെൻഡ് ഓൺ റിസർച്ച് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇന്റേൺഷിപ്പ്, നല്ലൊരു ഓർഗനൈസേഷൻ, റൈറ്റ്, ഇന്റേൺഷിപ്പ് വിത്ത് സം സ്റ്റൈപ്പൻഡ്, സോ ദാറ്റ് ആ 4 കൊല്ലം കഴിയുമ്പോൾ നമുക്കറിയാം ഐ എം റെഡി ടു ഡു എ ജോബ്, റൈറ്റ്. ഇത്തരത്തില് പഠിപ്പിക്കേണ്ട രീതികൾ മാറണം, പഠിപ്പിക്കുന്ന കണ്ടന്റ് മാറണം, റിസർച്ച് സ്കിൽസ് കൊടുക്കണം, ഇന്റേൺഷിപ്പ് കൊടുത്തിട്ട് അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കണം, റൈറ്റ്. ഇതെല്ലാം കൂടാതെ ഏറ്റവും അധികം ആദ്യം മാറേണ്ടത്, ബിഫോർ ഐ ഫർഗെറ്റ്, നമ്മളുടെ അസസ്മെന്റ് രീതികളാണ്. സെമസ്റ്റർ കഴിഞ്ഞു 3 മണിക്കൂർ ഇവിടെ ഒരു റൂമിൽ പിടിച്ചിരുത്തി ഈ 3 മണിക്കൂറിൽ ഇവർക്ക് ഈ സെമസ്റ്ററിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ എന്ന് നോക്കാതെ എല്ലാ മാസവും കണ്ടിന്യൂസ് അസസ്മെന്റ് എന്നുള്ളത് നമ്മൾ സ്കൂളുകളിൽ പറയുന്നത് ആണ് ഇവിടെ വേണ്ടത്. ആ റീഡിങ്, റൈറ്റിംഗ്, തിങ്കിങ് സ്കിൽസ് ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു അസസ്മെന്റ് രീതി. സോ മാറേണ്ടത് പലതും ഉണ്ട്. റൈറ്റ്. ഞാൻ ഈ സ്വകാര്യ സർവകലാശാലകളുടെ എൻട്രി കേരളത്തിൽ വലിയ തോതിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് കുറേ കാലമായിട്ട്. അതിൽ ഈ പറയുന്ന കച്ചവടം എന്ന് പറയുന്ന ഒരു അലിഗേറ്റഡ് എലിമെൻ്റ് ഉണ്ട്. അതിന് പുറമേ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഒരു ഓപ്പർച്യൂണിറ്റി, അതിൻ്റെ ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എങ്കിലും ഒരു ചെറിയ തോതിലെങ്കിലും ഉണ്ടാവുക എന്നുള്ളൊരു സംഗതി ഇവിടെയും വേണം എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു സാമൂഹ്യ നീതിയുടെ പെർസ്പെക്റ്റീവിലൂടെ നോക്കുകയാണെങ്കിൽ അതെങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും? സ്വകാര്യ നിക്ഷേപമാണ്, സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ സംവരണം അനുവദിക്കാനൊന്നും സർക്കാരിന് നിർബന്ധിക്കാൻ പറ്റില്ല. അങ്ങനെ ആവശ്യമുണ്ട്, പക്ഷേ അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ വേറെയുണ്ട്. ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോൾ അവിടേക്ക് വരുന്ന കുട്ടികൾ അത് ഒരു സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനത്തിൽ കൂടി പ്രവേശനം നടക്കുന്ന വിധത്തിൽ അതെങ്ങനെ സാധിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിന് പാകത്തിലുള്ളൊരു നിയമനിർമ്മാണമൊക്കെ പോസിബിൾ ആണോ? അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റികൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടോ ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ? പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടില്ല, റൈറ്റ്. അപ്പോൾ ഞാൻ പണ്ട് ചെയ്തിരുന്ന അഡ്മിഷൻസിൽ ഉണ്ടായിരുന്ന സമയത്ത് വി യൂസ് ടു റീച്ച് ഔട്ട് ടു ഇന്ത്യയിലുള്ള നവോദയ വിദ്യാലയങ്ങളിൽ പോയിട്ട് അവിടെയുള്ള കുട്ടികൾക്ക് ഔട്ട്റീച്ച് എന്ന് പറയും. അതായത് ഇങ്ങനെ ആക്സസിബിലിറ്റി ഉണ്ട്, ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എന്ന് പറയാനുള്ള, വി ഹാവ് ടു റീച്ച് ഔട്ട് സ്പെസിഫിക്കലി ടു പീപ്പിൾ ഹൂം വി വാണ്ട് ഇൻ ദി യൂണിവേഴ്സിറ്റി. അതിന് നമ്മൾ മുൻകൈ തന്നെ എടുക്കണം, റൈറ്റ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്ന ആൾക്കാർ വേണം. എന്ത് കരിയർ ചൂസ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എന്താ പറയാ, ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള തന്നെ പലരും അറിയാതെ. ഇവർക്ക് ഈ ഡിസൈൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിലെല്ലാം എന്താ പറയുക, നീഡ് ബേസ്ഡ് സ്കോളർഷിപ്പ് എന്ന് പറയും. അതായത് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഇൻകം ഇതിന് താഴെയാണെങ്കിൽ, റൈറ്റ്, ദ യൂണിവേഴ്സിറ്റി വിൽ സപ്പോർട്ട്. ചില സ്റ്റേറ്റുകൾ ചെയ്തിട്ടുണ്ട്, ചില സ്റ്റേറ്റുകളിൽ സ്റ്റേറ്റ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതായത് നിങ്ങൾ എവിടെ വേണമെങ്കിൽ പഠിച്ചു ഈ പർട്ടിക്കുലർ കോഴ്സ്, ഹെൽത്ത് സയൻസസ്, ലെറ്റ് us take ഹെൽത്ത് സയൻസസ്, ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ. ഈ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലും നിങ്ങളുടെ ഫീസ് വിൽ ബി ടേക്കൻ കെയർ ഓഫ്. ജാർഖണ്ഡ് ഗവൺമെന്റും പല ഗവൺമെന്റ്സും അങ്ങനെ സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട്. സോ വൺ ഇസ് ഔട്ട്റീച്ച്, ഇതിന്റെ അവയർനെസ് ബിൽഡ് ചെയ്യാന്നുള്ള ഇങ്ങനത്തെ കോഴ്സുകളുടെ അവയർനെസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വേണം, ടു റീച്ച് ഔട്ട് ടു പ്ലേസസ് വേർ അവർക്ക് ഇങ്ങനത്തെ ആക്സസ് ഇല്ലാത്ത സ്ഥലങ്ങൾ. സോ അത് നടക്കുന്നുണ്ട്, ഡെഫിനറ്റ്ലി ഹാപ്പനിങ്. ഇപ്പോൾ കേരളത്തിൽ ഇതിനൊരു ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്ന കാര്യം സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ഇത് തുടങ്ങുന്നതിന് മുമ്പ്, ഈ ഇൻസൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ UGC ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. രാജ്യത്തെ ഡീംഡ് സർവകലാശാലകളൊക്കെ
പട്ടിക വിഭാഗക്കാർക്കും പിന്നാക്ക വിഭാഗക്കാർക്കും സംവരണം അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിർദ്ദേശം മുമ്പോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സ്വകാര്യ നിക്ഷേപമാണ്. പല ആളുകൾക്കും സ്വകാര്യ നിക്ഷേപത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നിർബന്ധിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രായോഗികമാവില്ല. അപ്പോൾ ഈ പ്രശ്നം അവിടെയുണ്ട്. നമ്മൾ സാമ്പത്തികമായ ഘടന മാത്രം നോക്കിയിട്ട് കാര്യമില്ല, സോഷ്യലായിട്ടുള്ളൊരു അവസ്ഥയുണ്ടല്ലോ. സാമൂഹികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് എത്രത്തോളം സാധ്യമാകും? അതിനൊരു നിയമപരമായ ബേസ് ഉണ്ടാക്കാൻ സാധിക്കുമോ? യെസ് ആൻഡ് നോ. സാധിക്കില്ലേ എന്ന് വെച്ചാൽ സാധ്യമാണ്. റൈറ്റ്, ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആക്ട് വരുമ്പോഴേ അത് നമുക്കത് അറിയുള്ളൂ, അങ്ങനെ ഒരു ക്ലോസ് അതിലുണ്ടോ എന്നുള്ളത്. അത് വേണമെങ്കിൽ അത് നിയമസഭയിൽ ഡിബേറ്റ് ചെയ്യുമ്പോൾ ഇത് വരാം, റൈറ്റ്, തീർച്ചയായിട്ടും വരാം. പക്ഷെ ഇതിലെല്ലാം ഉപരി ബിഫോർ വി ദാറ്റ്സ് ഓൺലി വൺ പാർട്ട് ഓഫ് ഇറ്റ്, പുട്ടിംഗ് ഇൻ ടു ദ ആക്ട്. ഐ തിങ്ക് ഇവര് സ്കൂളിൽ ടു മേക്ക് ദം റെഡി ഫോർ ഹയർ എഡ്യൂക്കേഷൻ. റൈറ്റ്, ആ ഒരു ഇതാണ് നടക്കേണ്ടത്. അതായത് ഇവര് പഠിക്കുന്ന സ്കൂളുകൾ, റൈറ്റ്, ഇപ്പൊ വി ഹാവ് ടു റിയലി ഹെൽപ് ദം സപ്പോർട്ട് ഫ്രം ദർ 9th സ്റ്റാൻഡേർഡ്, 9, 10, 11, 12 ഇവർ ഈ ഹയർ എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ അതിന്റെ കൂടെ തന്നെ നടക്കും. സോ ഈ ഹാവിങ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ സംവരണോ റിസർവേഷനോ എന്ത് വേണമെങ്കിലും കോൾ ഇറ്റ് അഫർമേറ്റീവ് ആക്ഷൻ, അത് തീർച്ചയായിട്ടും സ്റ്റേറ്റിന് വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ റെക്കമെൻഡേഷൻ ഇല്ലെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് വിച്ച് ഇസ് കമ്മിങ് ഫ്രം എ വെരി ഫിലാന്ത്രോപിക് തിങ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനും അവർക്ക് വേണ്ടതായിട്ടുള്ള പോളിസീസും സിസ്റ്റംസും ഇംപ്ലിമെന്റ് ചെയ്യാം, റൈറ്റ്, ബൈ റീച്ചിങ് ഔട്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയാ സപ്പോർട്ടും. കാരണം ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് നോട്ട് ഓൺലി ഫോർ സെലക്ഷൻ. അവിടെ വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ ആദ്യം വേണ്ടത് സ്റ്റുഡന്റ് സപ്പോർട്ട് എന്നുള്ളതാണ്, റൈറ്റ്, സോ ദാറ്റ് ദേ ഡു വെൽ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. സോ പല ഈ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്, ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഡൺ അറ്റ് മൾട്ടിപ്പിൾ ലെവൽസ്. ഒരു ഇതുകൊണ്ട് മാത്രം, ഒരു പോളിസിയിൽ ഇരുന്നുകൊണ്ട് മാത്രം അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എക്സ്ട്രീംലി കോംപ്ലെക്സ് ബട്ട് പോസിബിൾ. ഞാൻ കുറച്ച് കോൺഫിഡൻറ്റോടുകൂടി ഞാൻ പറയുന്നത് ബിക്കോസ് ഐ ഹവ് സീൻ വി ഹാഡ് വർക്ക്. നമ്മള് വളരെ വളരെ നന്നായിട്ട് ഇപ്പത്തേക്ക് അറിയില്ല, ഒരു 4-5 കൊല്ലം മുമ്പ് ഞാൻ വിസിറ്റ് ചെയ്തതായിരുന്നു തെലങ്കാന സ്റ്റേറ്റിന്റെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന സ്കൂളുകൾ. അവിടെ ഇതിനു വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യാണ്. അതായത് IITയോ അല്ലെങ്കിൽ നീറ്റോ അല്ലെങ്കിൽ ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള CUET അങ്ങനത്തെ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി അവരെ മെന്റർ ചെയ്യാനും പ്രിപ്പയർ ചെയ്യണം. സ്കൂൾ ലെവലിലുണ്ട്. അതിനുശേഷം ഇവരെ എവിടെ അപ്ലൈ ചെയ്യണമെന്ന് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള അക്കാഡമിക് മെന്റേഴ്സ് അവിടെ ഉണ്ട്. ഇവർ ജോയിൻ ചെയ്തതിനു ശേഷം അവർക്ക് കോളേജിൽ സപ്പോർട്ട് ഇല്ലേ നോക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ഫെസിലിറ്റേറ്റേഴ്സ്. സോ വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇറ്റ്സ് പോസിബിൾ. ഞാനത് ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം സർക്കാർ ഫണ്ട് ചെയ്ത്, പൂർണ്ണമായും സർക്കാർ തന്നെ ഫണ്ട് ചെയ്ത് സ്ഥാപിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, അല്ലെങ്കിൽ IITകളുണ്ട്. ഇവിടെയൊക്കെയും സംവരണത്തിൻ്റെ ആനുകൂല്യത്തോടു കൂടിയ ആ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ വലിയ തോതിലുള്ള വെല്ലുവിളികൾ നേരിടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആത്മഹത്യകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളുണ്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിവേചനങ്ങൾ അവർ നേരിടുകയും അവരവിടുന്ന് പുറത്തു പോകേണ്ടിയും വരുന്ന റിപ്പോർട്ടുകൾ നമ്മളുണ്ട്. ഇത് സർക്കാർ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളിൽ തന്നെ നിൽക്കുമ്പോൾ ഈ സ്വകാര്യ മൂലധന നിക്ഷേപം നടക്കുന്ന സ്ഥലങ്ങളിൽ അത് കൂടാനുള്ളൊരു സാധ്യതയില്ലേ എന്നുള്ളൊരു ആശങ്ക പൊതുവിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ സാമൂഹ്യനീതിയുടെ കൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ ചോദിക്കുന്നത്. ഇതില് വൺ തിങ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്, എല്ലാരും നമ്മൾ വി കാൻറ്റ് പെയിന്റ് ദം ഇൻ ദ സെയിം ബ്രഷ്. പ്രൈവറ്റ് നിക്ഷേപം ആണെങ്കിൽ കൂടെ there'll be good philanthropists also, right? We have to really contribute towards social justice എന്നുള്ള എലിമെന്റ് ഇന്ത്യയിൽ ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. എല്ലാത്തിനും നമുക്ക് വി കാൻറ്റ് പെയിന്റ് ഇൻ ദ സെയിം പിക്ചർ. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പറയുമ്പോൾ കോഴ്സ് കരിക്കുലം എങ്ങനെ ഡിസൈൻ ചെയ്തുള്ള മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. താങ്കൾ പറഞ്ഞത് ഇത് എല്ലാ യൂണിവേഴ്സിറ്റീസിനും മാറാനാണ്, ഞാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനും മാത്രം. ആദ്യമായിട്ട് ഒരു പഠിക്കാൻ വരുന്ന കുട്ടിക്ക് ഉള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഫീസിലുള്ള അളവ് മാത്രമല്ല, അവിടെയുള്ള ആ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം പഠിക്കുന്ന കുട്ടിക്കുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്. ദാറ്റ്സ് നമ്പർ 1. സെക്കൻഡ് ഇസ്
അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു പുതിയ സിസ്റ്റത്തിൽ ഇണങ്ങി ചേരാനുള്ള അക്കാഡമിക് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ? അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അതായത് ഫാക്കൽറ്റി ഓഫീസ് അവേഴ്സ് എന്ന് പറയും. അതായത് ഫാക്കൽറ്റിയെ പോയി കാണാം, എനിക്കിത് ക്ലാസ്സിലേക്ക് ചോദിക്കാൻ എനിക്ക് മടിയാവും, എന്നാലും ഫ്രീ ടൈം ഒന്ന് സാറോട് ചോദിക്കട്ടെ. അങ്ങനെയുള്ള ഫാക്കൽറ്റി മെന്ററിങ് സപ്പോർട്ട്. ചിലർക്ക് വേണ്ട സപ്പോർട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ മാത്രമായിരിക്കും. അപ്പൊ ദേ ഷുഡ് ബി അക്കാഡമിക് മെന്ററിങ് സപ്പോർട്ട് ദാറ്റ് വിൽ ബി റിക്വയർഡ് in those universities. മൂന്നാമത്തത്, തേർഡ്, പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവിടെ വേണം. റൈറ്റ്, മെന്റൽ ഇൽനെസ്സിലേക്ക് ഒന്നും എത്താതെ പോസിറ്റീവ് മെന്റൽ. ഇത് നമ്മളുടെ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്, സ്പോർട്സ് ഗ്രൗണ്ട് ആവാം. നല്ലൊരു സ്പോർട്സ് ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത് വി ഷുഡ് മേക്ക് ഷുവർ. സ്കൂളാണോ കോളേജാണ്, അവിടെ ക്ലബ്സ് എന്നുള്ളത് ഒരു ഭാഗം കുട്ടികൾക്ക് മാത്രമല്ലാതെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റിയ ക്ലബ്സും ആക്ടിവിറ്റീസും. സോ ഇറ്റ് ഇസ് പോസിബിൾ. ഞാൻ പറഞ്ഞ മാതിരി ദിസ് ഇസ് സംതിങ് ദാറ്റ് മെനി യൂണിവേഴ്സിറ്റീസ് ആർ ട്രൈങ്. ഞാൻ വെറും വാക്ക് പറയല്ല, പക്ഷെ ഇതെല്ലാം ഷുഡ് ബി റെഗുലേറ്റഡ് ആൻഡ് ഓഡിറ്റഡ് ഓൾസോ വൺസ് ഇൻ എ വൈൽ. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, കേരള യൂണിവേഴ്സിറ്റിക്കൊരു എന്താ പറയുക പ്രത്യേകമായ നിയമമുണ്ട്. ഗാന്ധി യൂണിവേഴ്സിറ്റി വേറൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒരു നിയമമുണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഒരു നിയമമുണ്ട്. അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിക്കും നിയമസഭ പാസ്സാക്കിയ പ്രത്യേക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവകലാശാലകളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ താങ്കൾ സൂചിപ്പിച്ചപ്പോൾ കർണാടക അസീം പ്രേംജി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം വേറെ ചില സംസ്ഥാനങ്ങളിൽ ഒരു ജനറിക് നിയമമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊതു നിയമം. അപ്പോൾ ഇതിലേതാണ് കുറേ കൂടെ യൂസ്ഫുൾ എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഓരോ സർവകലാശാലയ്ക്കും അതിൻ്റെ ഒരു സ്വഭാവവും അത് കാറ്റർ ചെയ്യുന്ന ഏരിയയും അതിൻ്റെ ഒരു കരിക്കുലം ഫ്രെയിംവർക്കും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഓരോ സെപ്പറേറ്റ് നിയമ സംവിധാനമാണോ, അതോ ഒരു ജനറിക് ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു നിയമ സംവിധാനം ഏതായിരിക്കും കുറേ കൂടെ കേരളത്തിന് ഗുണം ചെയ്യുക? Based on the experience prakaram, good to have one common laid down rules. ഏത് യൂണിവേഴ്സിറ്റി വന്നാലും ദിസ് ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ്. അതായത് സിറ്റിയിലാണെങ്കിൽ ഇത്ര ഏക്കറിലെ സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, റൂറലിലാണെങ്കിൽ ഇത്ര ഏക്കർ, അങ്ങനെ there are some lot of common things, right? അത് ഒരു ആക്ട്. ഇതല്ലാതെ വേറെ റിക്വസ്റ്റ് വരുന്ന യൂണിവേഴ്സിറ്റീസിന് വേണ്ട സ്പെഷ്യൽ പ്രൊവിഷൻസ് എഴുതി ഉണ്ടാക്കുക, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ദേ ബ്രിങ്ങിങ് ടു ദ ടേബിൾ. ഇപ്പൊ കേരളത്തിന് ഏറ്റവും അധികം ഗ്യാപ്പ് ഉള്ള, ഫോർ എക്സാമ്പിൾ, ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയാണ്, പുതിയ പോളിസി പ്രകാരം ഞങ്ങൾ 4-year BEd പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യണം താല്പര്യമുണ്ട്. NIT കാലിക്കറ്റ് തുടങ്ങി കഴിഞ്ഞു ഇപ്പൊ 4-year BEd. അപ്പൊ അവർക്ക് വേണ്ടായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസ്, റൈറ്റ്, അത് വി കൻ ആഡ് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ ആക്ടിൽ. അതായത് ഇന്റേൺഷിപ്സ് വേണം, 7 സെമസ്റ്റർ ഇന്റേൺഷിപ്പ് വേണം. ഈ ഇന്റേൺഷിപ്സ് ഇവർ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കൂളുകളിലാവണം. സോ ദാറ്റ് ദർ ഇസ് ബെറ്റർ റെഗുലേഷൻ. അങ്ങനെ സ്പെഷ്യൽ പ്രൊവിഷൻസ് വേണമെങ്കിൽ ആ യൂണിവേഴ്സിറ്റി വാട്ട് ദേ ബ്രിങ് ഇൻ ടു ദ ടേബിൾ അനുസരിച്ച് കൊണ്ടുവരാം. മെഡിക്കൽ കോളേജ് തുടങ്ങണം എന്ന് പറയുകയാണെങ്കിൽ പറയാം, ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ മെഡിക്കൽ ഇമേർഷൻ റൂറൽ സെറ്റിങ്ങിലായിരിക്കണം, അർബനിലാവരും. ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ക്ലോസസ് യു കൻ ബ്രിങ് ഇൻ. സോ വൺ ഇസ് കോമൺ, യൂണിവേഴ്സിറ്റിക്ക് വേണ്ടതായിരിക്കും എൻ്റെ അഭിപ്രായം. ഇപ്പം കേരളത്തെ സംബന്ധിച്ച് അവസാനമായിട്ടൊരു കാര്യമാണ് ചോദിച്ചത്. കേരളത്തിലിപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമേ അല്ല. ഒരുപക്ഷെ കേരളത്തിലെ നമ്മൾ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പള്ളി അല്ല വേണ്ടത്, പള്ളിക്കൂടാണ് വേണ്ടത് എന്ന് ചാവറ ഏലിയാസ് കുര്യാക്കോസ് അച്ഛൻ പറയുന്ന കാലം മുതൽ കേരളത്തിൽ സ്വകാര്യ നിക്ഷേപമുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ, അതായത് പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ മുകളിലേക്ക് എല്ലാ മേഖലയിലും സ്വകാര്യ നിക്ഷേപം കേരളത്തിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതുണ്ടായിരിക്കെ നമ്മൾ ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ വലിയ തോതിൽ ഇങ്ങനെ ഭയക്കേണ്ടതുണ്ടോ? സ്വകാര്യ നിക്ഷേപം വന്നു കഴിഞ്ഞാൽ ആകെ അബദ്ധമാവും എന്നുള്ള മട്ടിൽ. ഹിസ്റ്ററി, ഈ പ്രൈവറ്റൈസേഷൻ എന്തോ ആയിക്കോട്ടെ, പ്രൈവറ്റൈസേഷൻ എഡ്യൂക്കേഷനോ ഹെൽത്തോ ട്രാൻസ്പോർട്ടേഷനോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് ഷുഡ് ബി ഫോർ ഹ്യൂമൻ എംപവർമെന്റ്, റൈറ്റ്? നമ്മളുടെ മറ്റേ സോഷ്യൽ എംപവർമെന്റിനാണ്. ചില ഭയക്കേണ്ട ആവശ്യമില്ല.
Now that is where the biggest concern will be whether which direction it will go, right? ഏറ്റവും സോ ഗവൺമെന്റ് അല്ലെങ്കിൽ ഏത് സംസ്ഥാനം ആണെങ്കിലും നോക്കേണ്ടത് ടു ഇവാലുവേറ്റ്, ടു ഹാവ് സിസ്റ്റംസ് ഇൻ പ്ലേസ്. അത് 1 കൊല്ലം കഴിഞ്ഞിട്ടോ 2 കൊല്ലം കഴിഞ്ഞിട്ടോ ഇതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ഇത് പോകുന്നത്, നമ്മൾ ആക്ട് ചെയ്ത പ്രകാരം, പോളിസി മേക്കേഴ്സ് ചെയ്ത പ്രകാരമുള്ള ദിശയിലല്ല പോകുന്ന വെച്ചാല് ഇതിനെ നമ്മൾ എങ്ങനെ, ഹൗ ഡു യു റിയലി കറക്റ്റ് ഇറ്റ്? സോ ഷുഡ് ബി, അതാണ് അതിന്റെ അതിന് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് the kind of people whom we'll invite, right? That is very, very important. Oh, ഈ സ്റ്റേറ്റിൽ നടന്നു, can I let me plug and play that model into Kerala? അതാണോ വേണ്ടതെന്നാണ് ചിന്തിക്കുന്നത്. Or is that സംതിങ് ന്യൂ? ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ മലബാറുകാരനോടെയല്ല, യൂണിവേഴ്സിറ്റി വേണ്ടത് ചിലപ്പോൾ കാസർഗോഡ് ആയിരിക്കും. അതെ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എവിടെയാണ് നമ്മൾ, മലബാറാണോ വേണ്ടത്? മലബാറിലാണെങ്കിൽ മലബാറിൽ എവിടെയാണ് വേണ്ടത്? So we have to be very, very careful on the decision that we make. ഒന്ന് സ്ലോ ആയിട്ട് പോവുക ആദ്യത്തെ കൊല്ലം, then learn through that, and then പഠിച്ചതിന് ശേഷം കൂടുതൽ യൂണിവേഴ്സിറ്റീസിന്. പക്ഷെ അതർവൈസ് നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള, ഞാൻ നാട്ടുകാരോട് പറയല്ല, ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ്. ക്ലൈമറ്റ് വൈസും വെതർ വൈസും it can also attract many other people to come and work in Kerala. പലതും നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു it will be in a positive direction, but with auditing and accountability. റൈറ്റ്. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ വേറൊരു വിമർശനമുള്ളത്, സ്വകാര്യ സർവകലാശാലകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഉള്ള പൊതു സർവകലാശാലകളുടെ നിലവാരം പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും ക്വാളിറ്റി മാൻ പവറിനെ ഹയർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്വകാര്യ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനെ ഹയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം തളരും, താഴേക്ക് പോകും. അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പൊതുമേഖലയിലുള്ള ഉയർന്ന സ്ഥാപനങ്ങൾ അതിൻ്റെ നിലവാരം താഴേക്ക്, അങ്ങനെ ഒരു വിമർശനം, അത്ര ഒരു ഭയത്തിന് അടിസ്ഥാനമുണ്ടോ? അതിനല്ല എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരുപാട് അത് സ്കൂളുകളെ കുറിച്ചും പറയാറുണ്ട്. പക്ഷെ ഞാൻ നോക്കിയെടുത്തോളം എല്ലാ മാഷന്മാരും ഉള്ളത് നമ്മുടെ ഗവൺമെന്റ് സമ്പ്രദായത്തിലാണല്ലോ. നമ്മൾ സ്കൂൾ നോക്കട്ടെ, ഏറ്റവും അധികം വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും അതിനൊരു സിസ്റ്റം ഉള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. അവിടെ ചിലപ്പോൾ മാറ്റേണ്ടി വരിക, റൈറ്റ്? ചേഞ്ചസ് ദാറ്റ് മേ ബി റിക്വയർഡ് കുഡ് ബി, ഞാൻ പറഞ്ഞ മാതിരി എന്താ പറയാ, എക്സാമിനേഷൻ നടക്കുന്ന രീതികൾ, സമയസമയത്ത് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക, റൈറ്റ്? സോ ദാറ്റ് ഓഗസ്റ്റിൽ വേറെ എവിടെയെങ്കിലും തുടങ്ങുകയാണെങ്കിൽ നമ്മളുടെ അവിടെ എല്ലാം ഏപ്രിൽ മെയ് ആകുമ്പോൾ കഴിയണം. ദർ കുഡ് ബി സം പ്രൊസീജറൽ ചേഞ്ചസ് ദാറ്റ് മേ ബി റിക്വയർഡ്. അല്ലാതെ എന്താ പറയുക, പബ്ലിക് യൂണിവേഴ്സിറ്റീസ് വിൽ നോട്ട് ബി ഏബിൾ ടു അട്രാക്ട് നല്ല ഫാക്കൽറ്റി. അത് നടക്കാൻ പോകുന്നില്ല, കേരളത്തെ സംബന്ധിച്ച് നടക്കാൻ പോകുന്നില്ല. കാരണം ഇറ്റ് ഇസ് സ്റ്റിൽ എന്താ പറയുക, നമുക്കിപ്പോ ഞാൻ നോക്കുകയാണെങ്കിൽ വല്ല ഹോപ്പ് തരുന്നുണ്ടെങ്കിൽ കേരളത്തിലെ പബ്ലിക് സിസ്റ്റംസ് ആണ്. അത് പബ്ലിക് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, പബ്ലിക് ഹെൽത്ത് ആയിക്കോട്ടെ, ഹോപ്പ് തരുന്നത് കേരളമാണ്. സോ അത് നടക്കാൻ പോകുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് ഗോയിങ് ടു. പക്ഷെ ഞാൻ നോക്കുന്നത് private universities should only augment what public universities is not able to, right? അങ്ങനെ ആയിരിക്കണം തന്നെ നമ്മൾ കാണുന്നത്. ആൻഡ് there should be some learning across each other. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും നമ്മളെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. ഇത്രയും വലിയ അഫിലിയേറ്റഡ് കോളേജസുകൾ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും പറ്റുന്ന കാര്യങ്ങളല്ല. ഈ പറയുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പലതും ഒരു എന്താ പറയാ 30 ഏക്കർ 40 ഏക്കർ സ്ഥലത്ത് അതിന്റെ ഉള്ളിലാണ് നടത്തുന്നത്. അഫിലിയേറ്റഡ് കോളേജുകൾ എങ്ങനെ നടത്തുന്നത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ഹൗ ദേ മാനേജ് എന്നുള്ളത് ടു ബി ലേൺഡ്. വളരെ നന്ദി ശ്രീ സി വി രാജഗോപാൽ ഞങ്ങളോട് ഈ ഘട്ടത്തിൽ സംസാരിച്ചാൽ. എന്തായാലും നമുക്ക് കേരളം സ്വകാര്യ സർവകലാശാലകൾക്ക് അവരെ ഗവേൺ ചെയ്യുന്നതിന് മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ബില്ല് എന്താണ്, അതിലെ വ്യവസ്ഥകൾ എന്താണ് എന്ന് നമുക്ക് ഇതുവരെ അറിയില്ല, പൂർണ്ണമായി അറിയില്ല. അവിടെ ഇവിടെയൊക്കെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ, പൂർണ്ണമായി നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല. അത് എന്താണ് എന്നുള്ളത് നമുക്ക് വൈകാതെ അറിയാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ആ ബില്ലിലെ വ്യവസ്ഥകൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടെ അതിനെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. ശ്രീ രാജഗോപാൽ, വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.